ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ പ്ലം കേക്കാണ് കേട്ടോ. അതൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് പൈനാപ്പിൾ 1/4 കപ്പ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. പഞ്ചസാര സിറപ്പ് തയ്യാറാക്കുമ്പോൾ നന്നായി മെൽറ്റായിട്ട് വരും. മെൽറ്റായി വന്നാൽ ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് 4 കോഴിമുട്ട പൊട്ടിച്ചിടാം. 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. 2 ഗ്രാമ്പൂ, 2 പട്ട എന്നിവയിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു അരിപ്പാത്രത്ത് വെച്ച് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അരിച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയ നമ്മുടെ പൈനാപ്പിൾ ഇട്ടൊന്ന് അരച്ചെടുക്കാം. മാറ്റിവെച്ച നമ്മളുടെ പഞ്ചസാര സിറപ്പിലേക്ക് നമുക്ക് പൈനാപ്പിൾ അരച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെല്ലാം നട്ട്സുകളാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മുട്ടയും നമ്മുടെ മൈദയും എല്ലാം കൂടി വെച്ച ആ ബാറ്ററിലേക്ക് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ സോഫ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കേക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ള ടിന്നെടുക്കാം. കേക്ക് ബേക്കിംഗ് പാത്രത്തിൽ നെയ്യ് തടവിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 2 തട്ട് തട്ടിക്കൊടുക്കാം എയർ ബബിൾസ് പോവാനായിട്ട്. ഇനി അടുപ്പിലേക്ക് നന്നായിട്ട് ബ്രീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഉപ്പ് നിരത്തിയതിന് ശേഷം അതിലൊരു തട്ട് വെച്ച് നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് വെച്ചാൽ എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നട്ട്സ് എല്ലാം വിതറി കൊടുക്കാം. നമുക്ക് ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്തത് നോക്കാനായിട്ട് നമുക്ക് ഒരു ഇർക്കിൽ വെച്ച് കുത്തി നോക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സോഫ്റ്റ് രുചിയുമുള്ള നമ്മുടെ കേക്ക്. ഈ വീഡിയോൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ മറക്കല്ലേ. വളരെ സോഫ്റ്റും രുചിയുമുള്ളൊരു പൈനാപ്പിൾ പ്ലം കേക്കാണ്. ക്രിസ്മസ് കഴിഞ്ഞാലും നമുക്കിത് വീട്ടിൽ കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കാം. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലം കേക്ക്. വളരെ രുചിയൂറും പ്ലം കേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. കൂടെ തന്നെ ലൈക്കും ഷെയറും തന്നേക്കണേ.